ഇന്നിപ്പോ ഇക്കാക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് ഓർത്തുട്ടോ. ഫ്രീസറിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ഉണ്ടാക്കൽ എനിക്ക് എന്നും പോസിബിൾ ആയ കാര്യമല്ല, കാരണം ഞങ്ങൾ ഒരുമിച്ചാണല്ലോ എന്ന് ഓഫീസിൽ പോകുന്നത്. ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹയാജി ചിരിച്ചുകൊണ്ട് വരുന്നത് അവനിക്ക് കൊടുത്ത ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് വന്നതിന്റെയാണ്. പക്ഷെ ഒരെണ്ണം കൂടി പെൻഡിങ് ഉണ്ട്, അതും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അടുക്കളയിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ലുലുലു പർച്ചേസിന് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു പാക്കറ്റ് ആയിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കാറുള്ളത്. ഇത് 6mm ആണ്. ഞാനിത് എയർ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് എന്താന്ന് പറഞ്ഞില്ലല്ലോ, ഒരു തട്ടിക്കോട്ട് ലോഡഡ് ഫ്രൈസ് ആണ്. പാനിൽ ബട്ടർ ഇട്ട് ചൂടായി വന്നപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെറിയ ചെറിയ പീസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഓൾറെഡി കുക്ക് ചെയ്തതാണ്, ഒന്നും കൂടി മാരിനേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. എയർ ഫ്രൈ ചെയ്തെടുക്കാൻ വെച്ചേക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഒരു 5 മിനിറ്റ്സ് പ്രോസസിംഗ് ടൈം ആയപ്പോൾ തന്നെ ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് അതിനൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചത് ക്രീമി ടെക്സ്ചർ ആക്കി എടുക്കുന്നുണ്ട്. അതൊരു ക്രീമി ടെക്സ്ചർ ആയി വന്നപ്പോൾ കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ക്രീമി ടെക്സ്ചർ ആക്കി എടുത്തിട്ടുണ്ട്. ഡേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് മൊസറല്ല ചീസ് ആണ് കേട്ടോ. ഇതൊരു ക്യൂബായിട്ട് ഞാൻ ലുലുന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. ചീസ് ഞാൻ ആവശ്യത്തിൽ അധികം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മെൽറ്റ് ആയി ക്രീമി ടെക്സ്ചർ ആയി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഡഡ് ഫ്രൈസ് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ എന്റെ രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും, പിന്നെ നമ്മൾ ക്രീമി ടെക്സ്ചർ ആക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടി ഇട്ട് കൊടുത്തു. മയോണൈസ് ഞാൻ നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ചെയ്തു വന്ന പ്രോസസ് ഉണ്ടല്ലോ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു കേട്ടോ. സെറ്റ് ആക്കി വന്നപ്പോഴേക്കും ആ ട്രേ പടി ഹയാസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് ഇക്കാക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇക്കാക്ക് വന്ന പാട് വീട്ടിന്റെ അകത്തേക്ക് പോലും കയറാതെ ഞാൻ നേരെ എടുത്തുകൊണ്ട് പോയി കൊടുത്തു. നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ എനിക്കും ഭയങ്കര ഉഷാറാണ്. ലോഡഡ് ഫ്രൈസ് നല്ല രീതിയിൽ ജ്യൂസി ആയിട്ടുണ്ടെന്നാണ് കേട്ടോ ഇക്കാക്ക പറഞ്ഞത്. ഹയാസ് ആണെങ്കിൽ ഇത് ചപ്പാത്തിയിൽ റോൾ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ എന്തായാലും ഇത് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.